Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനം 63 8 വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിന്നോട് പറ്റിയിരിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായി, പ്രതികൂലങ്ങളുണ്ടായിരുന്നു. തനിക്ക് ശത്രുക്കൾ എഴുന്നേറ്റ് വന്നു. താൻ ഒറ്റയ്ക്ക് നിന്ന സാഹചര്യങ്ങൾ വന്നു. മരുഭൂമിയുടെ ഏകാന്തതകൾ വന്നു. തൻ്റെ ബലം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള സാഹചര്യങ്ങൾ വന്നു. ആ സമയത്ത് ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കുന്നു. പറ്റിയിരിക്കുന്ന ആ ഹൃദയത്തെ, ദാവീദിന്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല, ഒരു പ്രതികൂലത്തിനും കഴിയുകയില്ല. ദാവീദിനെ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോഴും ദാവീദിന്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരുന്നു. താൻ പോകുന്നത്, യുദ്ധത്തിന് പോകുന്നത് ആരുടെ അടുത്താണെന്നും ഗോലിയാത്തിന്റെ കഴിവും തൻ്റെ കഴിവും എത്രമാത്രമാണെന്നും തനിക്കറിയാമായിരുന്നു. എന്നാൽ ദാവീദ് ഗോലിയാത്തിന്റെ ബലത്തെയല്ല നോക്കിയത്, ദൈവ ബലത്തെയും ദൈവ മഹിമയെയും ദൈവ മഹത്വത്തെയും താൻ മുന്നിൽ കണ്ടു. ദൈവത്തിൽ നിന്നൊരു ബലമാണ് താൻ വിശ്വസിച്ചത്. എൻ്റെ ദൈവത്തിന് സകലവും കഴിയും എന്ന് പൂർണ്ണമായി താൻ വിശ്വസിച്ചു. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദാവീദിന്റെ ഹൃദയത്തെ ഗോലിയാത്ത് വന്നതുകൊണ്ട് അതിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റുകയില്ല. സിംഹം വന്നതുകൊണ്ട് പറിച്ചു മാറ്റാൻ പറ്റുകയില്ല. ശൗൽ രാജാവ് വന്നതുകൊണ്ട് പറിച്ചു മാറ്റുവാൻ പറ്റുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കണം. ആ പറ്റിയിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകും, ഒരു പരിഹാരമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരു വലിയ സ്ഥാനത്തേക്ക് ചെന്നെത്തുമെന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ് ദാവീദിനുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നിങ്ങൾ ചെന്നെത്താൻ പോകുന്ന വഴി, സ്ഥാനം, ആത്മീയ ഉയർച്ച, നിങ്ങളുടെ ഭൗതിക നന്മകൾ ചെറുതല്ല, വലിയ നിലയിൽ ദൈവം എത്തിക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പറയുകയാണ്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് മരുഭൂമിയാണെങ്കിലും പ്രതികൂലങ്ങളാണെങ്കിലും ഏത് ഏകാന്തതയുടെ അനുഭവങ്ങളാണെങ്കിലും എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്നു. അതല്ല പൗലോസ് പറഞ്ഞത്. തൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വന്നപ്പോഴും പ്രതിസന്ധികൾ വന്നപ്പോഴും പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. അതുകൊണ്ട് ആ പ്രത്യാശയിലാണ് താൻ തൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടിയത്. താൻ ആ ഓട്ടം ഓടിത്തികച്ചു. ദൈവത്തിലുള്ള പ്രത്യാശ, ആ ധൈര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ കേട്ട വചനം സങ്കീർത്തനം 63 8 പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്നു. ഇന്ന് ഈ സമയം വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തോട് ഹൃദയം പറ്റിയിരിക്കുമ്പോൾ ചെറിയ വിഷയങ്ങളുടെ മുൻപിൽ ഹൃദയം ദൈവത്തിൽ നകന്നു പോകുന്ന സാഹചര്യങ്ങൾ മാറ്റി അവരെ വീണ്ടും സ്ഥിരമായി ദൈവത്തോട് പറ്റിയിരിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പറ്റിയിരിക്കുന്ന സന്ദർഭത്തിൽ അവരെ അകറ്റിക്കളയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, ആമേൻ, സ്നേഹിതരിൽ നിന്നുള്ള വെല്ലുവിളികൾ, ചതിവുകൾ, ഇതൊക്കെ വന്ന് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയിരിക്കുന്ന സ്ഥാനത്തു നിന്ന് അകന്നു പോകുവാൻ കർത്താവേ അങ്ങ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഐ ലവ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഡിസംബർ 25, 26, 27 പുനലൂർ വെച്ച് നടക്കുന്ന കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ലവ് യു.